സിദ്ധിയുടെ കൈയെന്ന വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് പൊളിഞ്ഞത് ഞങ്ങൾ വിചാരിച്ച് കടു എന്താണെന്നാണ്. പക്ഷേ ആ പൊളിഞ്ഞതിൻ്റെ വീക്കം ഏകദേശം ഒരാഴ്ചത്തോളം അവൻ്റെ കയ്യിൽ നിന്നിട്ടുണ്ട്. അത് കടുവല്ല, വേറെന്തോ എന്താണെന്ന് കറക്റ്റ് ഞങ്ങൾക്കറിയില്ല. കാരണം അത് പൊളിഞ്ഞതിന് ശേഷം ഏകദേശം ഒരാഴ്ചത്തോളം വീക്കം നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്തായിരിക്കും എന്നുള്ളത്. പിന്നെ ഒരു ചാൻസ് ഉള്ളത് ആമ അങ്ങനെ എന്തെങ്കിലും ഒരു ജീവിയാവാനാണ് സാധ്യത. പക്ഷെ കൈ നന്നായിട്ട് പൊളിഞ്ഞായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബ്ലഡ് അത്യാവശ്യം നന്നായിട്ട് വന്നു. അപ്പോൾ ഏകദേശം ഒരാഴ്ചത്തോളം അതിൻ്റെ വേദനയും സഹിച്ച് നടന്നിട്ടുണ്ട് അവിടെ. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം സിദ്ധിയുടെ കൈ പൊളിഞ്ഞതിന് ശേഷമുള്ള റഷീദിൻ്റെയും അപ്പുവിൻ്റെ ഒക്കെ മുഖഭാവം എന്താണെന്നുള്ളത്. കാരണം പിന്നൊരു പേടിയായി. അങ്ങനെയാണ് ബ്ലഡ് കയ്യിൽ നിന്ന് വന്നിരുന്നത്. അതിനുശേഷം എല്ലാവർക്കും ഒരു പേടി, ചേറിൻ്റെ അടിയിലൊക്കെ പോയിട്ട് കൈയിട്ട് മീനെ പിടിക്കാനൊക്കെ.